ദേവ് മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ ഇറങ്ങി 25 ദിനങ്ങൾ പിന്നിടുകയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ എന്ന ആ ഒരു വേദിയിലേക്ക് സിനിമ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദംഗലിന് തൊട്ട് പിന്നിലായി സിനിമ എത്തുന്നു. ഇന്ന് 25-ാം ദിവസവും സിനിമയ്ക്ക് മിന്നുന്ന പ്രകടനം തന്നെയാണ്. ഈ ഒരു ഞായറാഴ്ച സിനിമ 70 കോടിക്ക് മുകളിൽ നേടും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം സിനിമ വിറ്റുപോയിരിക്കുന്നത് 2 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്ന് മണിക്കൂറിൽ 18,000 19,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്ന് വിറ്റുപോയിട്ടുണ്ട്. അത്രത്തോളം ഗംഭീരമായിട്ടാണ് നോർത്ത് ഇന്ത്യ പുഷ്പയെ ഏറ്റെടുത്തിരിക്കുന്നത്. ഹിന്ദി ഏരിയയിൽ നിന്ന് മാത്രമായി 800 കോടി കടന്ന് സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം തന്നെ ഒഫീഷ്യലായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 1,705 കോടിയാണ് സിനിമ 21 ദിവസങ്ങൾ കൊണ്ട് നേടിയത്. 25-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ 1,800 കോടി കടന്ന് വലിയ ഒരു റെക്കോർഡ് കൂടി തീർക്കുകയാണ്. അതായത് ബാഹുബലി 2-ൻ്റെ കളക്ഷൻ റെക്കോർഡ് നാളത്തേക്ക് തീരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി നമ്മളേവരും കാത്തിരിക്കുകയുമാണ്. ഇന്ന് രാവിലെ 7 മണി തൊട്ട് 8 മണി വരെയുള്ള സമയങ്ങളിൽ 1,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഉച്ചയ്ക്ക് 11 മണിയായപ്പോഴത്തേക്കും 19,000-ന് മുകളിലും, അത് തുടർന്ന് ഏകദേശം 2 മണി വരെയുള്ള 2 തൊട്ട് 3 മണി വരെയുള്ള മണിക്കൂറുകളിൽ, അങ്ങനെ 5 മണിക്കൂറിൽ തുടർച്ചയായിട്ട് 19,000-ന് മുകളിലേക്കുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നതും കണ്ടു. ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 10,000-ഓളം ടിക്കറ്റുകളാണ് സിനിമ വിറ്റുപോകുന്നത്. ഫൈനലായിട്ട് 2,100,000-ന് മുകളിലുള്ള ടിക്കറ്റുകളായിരിക്കും. ഇതിനോടകം തന്നെ 19 മില്യൺ ടിക്കറ്റാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായി സിനിമ വിറ്റുപോയിരിക്കുന്നത്. അതും ഒരു പുതിയ ചരിത്രം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്ന ഇന്ത്യൻ സിനിമയായി മാറുകയാണ് പുഷ്പ 2. പുഷ്പയുടെ റെക്കോർഡുകൾ ഇവിടെ തീരുന്നില്ല. UK-യിൽ $2 മില്യൺ സിനിമ ഇതിനോടകം നേടിയിരിക്കുന്നത്. USA-യിൽ 14.9 മില്യൺ. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം 15 മില്യൺ തൂക്കിയിട്ടും ഉണ്ടാകാം. എന്താണെങ്കിലും മണിക്കൂറുകളിൽ ഗംഭീരമായിട്ടുള്ള ഒരു വരവേൽപ്പ് തന്നെയാണ് ജനങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് നൽകുന്നത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര ആയിരിക്കും? ഇന്നും സിനിമയ്ക്ക് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ദേവ് മീഡിയാസ്.